ഈ സൂപ്പർ മാർക്കറ്റ്സിലും ഹൈപ്പർ മാർക്കറ്റിലും പ്ലേസ് ചെയ്യുമ്പോൾ ലിസ്റ്റിംഗ് ഫീസ്, ഡിസ്പ്ലേ ഫീസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോഡേൺ ട്രേഡ് 2 സെഗ്മെന്റ് ആണ്. അതായത് ഒന്ന് ചാനൽ ട്രേഡും മോഡേൺ ട്രേഡും. മോഡേൺ ട്രേഡിന്റെ അണ്ടറിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസ്, നെസ്റ്റോ, ലുലു, അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡ്സ് ആണ് വരുന്നത്. അപ്പം മോഡേൺ ട്രേഡ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഏതൊരു മേഖലനെയും നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഐ മീൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, ഒരു ബ്രാൻഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ ഈ ഡേ മാർട്ട് ഒക്കെ ഏതിലാണ് വരിക? മോഡേൺ GT-യിലാണ് വരിക, ജനറൽ ട്രേഡിംഗ്. സൂപ്പർ മാർക്കറ്റുകൾ ജനറലി ജനറൽ ട്രേഡ് ആണ്. പക്ഷെ ചിലരൊക്കെ മോഡേൺ ട്രേഡ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്തുന്ന ബ്രാൻഡുകളുണ്ട്. പക്ഷെ അവരെ ഒരിക്കലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ രീതിയിൽ നമ്മൾ മോഡേൺ ട്രേഡ് എന്ന് പറയില്ല, കാണില്ല. അത് GT ആയിട്ടേ കാണുള്ളൂ. അപ്പം നമ്മൾ GT-യിലാണ് കൂടുതൽ ഇൻവോൾവ്. മോഡേൺ ട്രേഡിൽ അത്ര ഇൻവോൾവ് അല്ല. ഇൻവോൾവ് ആയിരുന്നു, പക്ഷെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഐ മീൻ നമുക്കെപ്പോഴും ഇടപാട് എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ദർ ഷുഡ് നോട്ട് ബി, ഐ മീൻ ബാക്കിലൂടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ GT നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സർവീസാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കാറ്.